വിദ്യാഭ്യാസ വകുപ്പിനെതിരെ CPIയുടെ അധ്യാപക സംഘടന PM ശ്രീ പദ്ധതിയെക്കുറിച്ച് വകുപ്പ് പറയുന്നത് തെറ്റായ വിവരങ്ങളാണ്. 1,30 ലക്ഷം രൂപ ഒരു സ്കൂളിന് ലഭിക്കണമെങ്കിൽ തുടക്കത്തിൽ പദ്ധതിയുടെ ഭാഗമാകണമായിരുന്നു. പരമാവധി 30 ലക്ഷം രൂപ വീതമേ ഇനി കേരളത്തിന് ലഭിക്കൂ. കേരളം പദ്ധതിയുടെ ഭാഗമാകരുതെന്നും തമിഴ്നാട് മാതൃകയിൽ കോടതിയെ സമീപിക്കണമെന്നും AKSTU ജനറൽ സെക്രട്ടറി OK ജയകൃഷ്ണൻ പറഞ്ഞു. PM ശ്രീ പദ്ധതി നടപ്പാക്കേണ്ട ബാധ്യത യഥാർത്ഥത്തിൽ കേരളത്തിനില്ല. കാരണം PM ശ്രീ എന്നുള്ളത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിനും അത് ഷോക്കേസ് ചെയ്യുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. കേരളം ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കില്ല എന്ന് നയപരമായി രാഷ്ട്രീയമായി മുന്നേ പ്രഖ്യാപിച്ച സംസ്ഥാനമാണ്. പിന്നെ PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള തർക്കമെന്തെന്നാൽ PM ശ്രീ പദ്ധതി കേരളം ഒപ്പുവെച്ചില്ല എന്നതിൻ്റെ പേരിൽ നമുക്ക് ലഭിക്കേണ്ട കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഫണ്ട് തടഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. അധ്യാപക സംഘടന എന്ന നിലയിൽ AKSTUവിൻ്റെ അഭിപ്രായം തമിഴ്നാടിൻ്റെ മാതൃകയിൽ നമ്മൾ ഈ തുക ലഭിക്കുന്നതിന് നിയമവഴികളും രാഷ്ട്രീയ വഴികളും തേടണം എന്നുള്ളതാണ് അഭ്യർത്ഥന. റഹീസ് റഷീദ് നമുക്കൊപ്പം. റഹീസ് റഷീദ്, PM ശ്രീ പദ്ധതിയുടെ ആരംഭത്തിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളും അതിൽ തങ്ങളുടെ എതിർപ്പും അതുപോലെ തന്നെ അനുകൂലിച്ചുമുള്ള നിലപാടുകൾ അറിയിച്ചതാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന സർക്കാരും PM ശ്രീ പദ്ധതിയുടെ ഭാഗമാകാൻ തീരുമാനിച്ചതിന് ശേഷമുള്ള ഈ എതിർപ്പ് അത് സർക്കാർ കാര്യമായി എടുക്കാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ CPIയുടെ സംഘടന പറയുന്ന ആരോപണങ്ങളിൽ എത്രത്തോളം വാസ്തവമുണ്ട്? റഹീസ്. സുജയ, CPIയുടെ അധ്യാപക സംഘടനയായ ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ്റെ ആരോപണം, അല്ലെങ്കിൽ അവർ പറയുന്നത് രാഷ്ട്രീയമായി PM ശ്രീ പദ്ധതിയെ അനുകൂലിക്കേണ്ട എന്ന തീരുമാനം ഇടതുമുന്നണിയും CPIയൊക്കെ നേരത്തെ എടുത്തതാണ്. ഏറ്റവും അവസാനം സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ആ പദ്ധതിയുടെ ഭാഗമാവുകയാണെങ്കിൽ സംസ്ഥാനത്തെ 265 സ്കൂളുകൾക്ക് ഒരു സ്കൂളിന് 1,30 രൂപ വരെ കിട്ടും എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അവകാശവാദം. പക്ഷേ ഈ അവകാശവാദം പൂർണ്ണമായും പൊള്ളയാണ്, കള്ളമാണ് എന്നതാണ് CPIയുടെ അധ്യാപക സംഘടന പറയുന്നത്. കാരണം ഈ പദ്ധതി 2023 PM ശ്രീ പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. അന്ന് ഈ പദ്ധതിയുടെ ഭാഗമാകേണ്ട എന്ന തീരുമാനം സർക്കാർ എടുക്കുകയും ചെയ്തു. ഇനി ആ പദ്ധതി അവസാനിക്കാൻ ഏതാണ്ട് 1.5 വർഷം മാത്രമേ ബാക്കിയുള്ളൂ. തുടക്കം മുതൽ 5 വർഷവും ആ പദ്ധതിയുടെ ഭാഗമാവുകയാണെങ്കിൽ മാത്രമാണ് ഒരു സ്കൂളിന് 1,30 ലക്ഷം രൂപ വെച്ച് കേരളത്തിന് കിട്ടിയിരുന്നേനെ. പക്ഷേ ഇനി 1.5 വർഷം മാത്രമേ ഉള്ളതുകൊണ്ട് പരമാവധി 30 ലക്ഷം രൂപ മാത്രമാണ് ഒരു സ്കൂളിന് കിട്ടുക. അതുകൊണ്ട് ഭീമമായ ഒരു തുക ഈ പദ്ധതിയുടെ ഭാഗമായാൽ സംസ്ഥാന സർക്കാരിന് കിട്ടും. അതുകൊണ്ട് സ്കൂളുകളുടെ വരുമാനം, സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാമെന്ന് പറയുന്നത് ഒരു തരത്തിലും ശരിയല്ല എന്നാണ് കണക്കുകൾ നിരത്തി CPIയുടെ അധ്യാപക സംഘടന പറയുന്നത്. ഒപ്പം തമിഴ്നാട് ചെയ്തതുപോലെ ഈ പദ്ധതിയുടെ ഭാഗമാകാത്ത തമിഴ്നാട് ഇതിൻ്റെ ഗുണം, കാരണം ഇതുകൊണ്ട് കേരളം ബുദ്ധിമുട്ടുന്നത് മറ്റ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പണം കൊടുക്കുന്നില്ല സർക്കാരിന്. അങ്ങനെ ഒരു 15,000 കോടി രൂപ ആ വഴിക്ക് കിട്ടാനുണ്ട് എന്നതാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത്. അങ്ങനെ ആ പണം മേടിച്ചെടുക്കാൻ തമിഴ്നാട് കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത്. ആ മാതൃക, ആ രീതി അവലംബിക്കുകയാണ് കേരളം ചെയ്യേണ്ടത്. അതല്ലാതെ PM ശ്രീ പദ്ധതിയുടെ ഭാഗമാവുകയല്ല എന്ന ആവശ്യമാണ് CPI ഉന്നയിക്കുന്നത്. CPIയും നേരത്തെ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മന്ത്രിസഭയിൽ ഇത് അംഗീകരിക്കുന്ന സമയം വന്നപ്പോൾ CPI മന്ത്രിമാർ എതിർപ്പുന്നയിക്കുകയും അത് നടപ്പിലാകാതെ പോവുകയും ചെയ്തു. ഇനി CPIയുടെ തീരുമാനം അടുത്ത ഇടതുമുന്നണി യോഗത്തിൽ ഇത് വെച്ച് ഇടതുമുന്നണി തീരുമാനമായി ഇത് അംഗീകരിപ്പിച്ചിട്ട് മന്ത്രിസഭയിൽ കൊണ്ടുവന്ന് അവിടെ CPIയുടെ എതിർപ്പ് ഇല്ലാതാക്കുക എന്നതാണ് സുജയ. ഓക്കെ, റഹീസ് റഷീദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.